സംസ്ഥാനത്ത് നമുക്ക് മുന്നിൽ ആശങ്കപ്പെടുത്തുന്ന ചില കാലാവസ്ഥാ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് 10 ജില്ലകളിൽ നിന്നാണ് ചിത്രം. ഒപ്പം മറ്റ് ജില്ലകളുടെ അവസ്ഥയും കാലാവസ്ഥാ മുന്നറിയിപ്പും എങ്ങനെയെന്ന കാര്യം കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. അതായത് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പുതിയ റിപ്പോർട്ട് പ്രകാരമുള്ള സാഹചര്യം ഇതാണ്. ഇന്ന് ഓഗസ്റ്റ് 3 തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. കൊല്ലത്തും പ്രശ്നമില്ല. അതേസമയം പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ടാണ്. അതായത് റെഡ് അലേർട്ടിന് തൊട്ട് മുന്നുള്ള അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട്. സ്വാഭാവികമാണ്, നമുക്ക് ഏറെ ജാഗ്രതപ്പെടണം പത്തനംതിട്ട ജില്ലയിൽ. കാരണം റാന്നി, പത്തനംതിട്ട, ആറന്മുള അടക്കമുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ഇടവയ്ക്കുന്നത് സാഹചര്യം കൂടിയാണ്. ഇന്നലെ മുതൽ പെയ്യുന്ന മഴ ഇനിയും തുടരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ്. ആലപ്പുഴയിലും സമാനമായ സാഹചര്യമാണ്. ആലപ്പുഴയിലും ഓറഞ്ച് അലേർട്ടാണ്. കോട്ടയത്തും ഓറഞ്ച് അലേർട്ടുണ്ട്. പാല അടക്കമുള്ള വെള്ളക്കെട്ടുകൾ, കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾ, കൂടുതൽ ജാഗ്രത വേണം അവിടെ. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെയും ഓറഞ്ച് അലേർട്ടാണ്. ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരും പാലക്കാടും യെല്ലോ അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലേക്കും വരുമ്പോഴും സാഹചര്യം അതായി മാറുകയാണ്. മലപ്പുറത്തും ഓറഞ്ച് അലേർട്ടുണ്ട്, കോഴിക്കോടുമുണ്ട്, വയനാട്ടിലുമുണ്ട്, കണ്ണൂരിലുമുണ്ട്, കാസർഗോഡിലുമുണ്ട് എന്നതാണ് സാഹചര്യം. അതായത് തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ ഒഴിവാക്കിയാൽ മറ്റു 10 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന സാഹചര്യമാണ്. റെഡ് അലർട്ടിന് തൊട്ട് മുമ്പുള്ള സാഹചര്യമാണ്. അതായത് സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അങ്ങനെയെങ്കിൽ അതീവ ജാഗ്രത പുലർത്തണം. മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിലടക്കം ഈ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ സാഹചര്യം ഇതാണ്. നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആശങ്കപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടില്ല. പക്ഷേ ഈ ചിത്രം മാറിയേക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലും വന്ന കണക്ക് പ്രകാരം ഇന്നത്തെ ദിവസം ഓറഞ്ച് അലർട്ട് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിത്രം പെട്ടെന്ന് മാറുകയാണ്. കാലാവസ്ഥ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് നാളത്തെ അവസ്ഥയും ഈ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. ഒരുപക്ഷെ ചിത്രം മാറിയേക്കാം. എന്തായാലും ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ ജാഗ്രത വേണം. ഏറെ ശ്രദ്ധയോടെ കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായ ഇടങ്ങളിൽ വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്നതാണ് ചിത്രം. നമുക്ക് ഡാമുകളുടെ നില കൂടി ഒന്ന് പരിശോധിക്കാം. ഡാമുകളുടെ, അണക്കെട്ടുകളുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളുടെ നില പരിശോധിക്കുമ്പോൾ ഇപ്പോഴും വലിയ രീതിയിൽ വെള്ളം കൂടിയിട്ടില്ല എന്ന സാഹചര്യം കൂടി മനസ്സിലാക്കണം. പ്രേക്ഷകർക്ക് അറിയാൻ ഒരു കാര്യം പ്രധാനമായും സൂചിപ്പിക്കാം. സംസ്ഥാനത്തെ ഡാമുകളുടെ അവസ്ഥ 2 രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. ചെറിയ ഡാമുകളിൽ പലപ്പോഴും റെഡ് അലേർട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മൂഴിയാർ അടക്കമുള്ള അണക്കെട്ടുകളിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. സ്റ്റോറേജ് കുറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഷട്ടർ തുറന്നേക്കാം. പക്ഷേ പ്രധാനപ്പെട്ട ഡാമുകളിൽ ഇപ്പോഴും ജലനിരപ്പിൽ കാര്യമായ വലിയ വർധനവ് ഉണ്ടായിട്ടില്ല എന്നാണ് സാഹചര്യം. നോക്കാം. കക്കി, പത്തനംതിട്ട ജില്ലയിലെ കക്കി ഡാമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് വലിയ തരത്തിൽ ഡാം തുറന്നപ്പോൾ പ്രതിസന്ധി ഉണ്ടായി. 2018 ആ ആക്ഷേപം നേരിടുന്ന കക്കി ഡാമിൻ്റെ ജലനിരപ്പ് നോക്കുക. സ്റ്റോറേജിൻ്റെ 46% മാത്രമേ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. ഇന്ന് രാവിലെ 7 വരെയുള്ള കണക്കാണ്. അതിനുശേഷം നേരിയ മാറ്റമുണ്ടായേക്കാം. പക്ഷേ എന്തായാലും ഇതിൽ ഏറെക്കുറെ വ്യക്തമാണ്. പമ്പ അണക്കെട്ടിൻ്റെ സാഹചര്യം ഇതാണ്. പമ്പ അണക്കെട്ടിൽ 39% മാത്രമേ സ്റ്റോറേജിൻ്റെ വെള്ളം എത്തിയിട്ടുള്ളൂ. അതേസമയം കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി പദ്ധതിയിലേക്ക് വരുമ്പോൾ ഇടുക്കി ഡാമിൻ്റെ അവസ്ഥ ഇതാണ്. 40.44% മാത്രമേ ഇടുക്കിയിലേക്ക് സ്റ്റോറേജ് എത്തിയിട്ടുള്ളൂ. സംഭരണശേഷിയുടെ 40% മാത്രമേ വെള്ളമുള്ളൂ. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വരുമ്പോൾ 4%, സംഭരണശേഷിയുടെ 4% മാത്രമേ വെള്ളമുണ്ടായിട്ടുള്ളൂ. ആനയിറങ്കൽ ഡാമിലേക്ക് 24%. പൊന്മുടി ഡാം, ഇടുക്കിയിലെ പൊന്മുടി ഡാമാണ്, ശ്രദ്ധിക്കണം. ഇടുക്കിയിലെ പൊന്മുടി ഡാമിലേക്ക് വരുമ്പോൾ അവിടെ 59% ജലനിരപ്പ് ഉണ്ട്. അതേസമയം കുണ്ടള ഡാമിൽ 30% ഉണ്ട്. കല്ലാറിലേക്ക് 29%, ഇടമലയാറിൽ 47% വെള്ളമുണ്ട്. ഷോളയാറിൽ 45% വെള്ളമുണ്ട്. ബാണാസുര സാഗറിൽ 56% വെള്ളമുണ്ട്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബാണാസുര സാഗറിലും ഒപ്പം പൊന്മുടി ഡാമിലും മാത്രമാണ് ഭേദപ്പെട്ട നിലയിൽ. കക്കി ഡാമും ഏറെക്കുറെ പകുതിയോളം അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് സാഹചര്യം. പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടായി ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിൽ 40% മാത്രമേ വെള്ളമുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് ശബരിമല വനമേഖലയിലുണ്ടായ അതിശക്തമായ മഴയാണ് ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലടക്കം, പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായ റാന്നിയും ആറന്മുളയിലും അടക്കം വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ പമ്പ ഡാമിലേക്ക്, കക്കി ഡാമിലേക്കും പമ്പ ഡാമിലേക്കും ആ ജലനിരപ്പിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടില്ല എന്ന സാഹചര്യം കൂടി മനസ്സിലാക്കാം. അതാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഡാമുകളിൽ ഇപ്പോഴും ജലനിരപ്പ് കുറഞ്ഞു തന്നെ നിൽക്കുന്നു എന്നതാണ്. ശക്തമായ മഴ, ഒരിടത്ത് വലിയ പ്രളയം, പക്ഷേ ഡാമുകളിൽ വെള്ളനിരപ്പ് കൂടിയിട്ടില്ല എന്നാണ് സാഹചര്യം. ചെറു ഡാമുകളുടെ അവസ്ഥ കൂടി നമുക്കൊന്ന് നോക്കാം. ചെറു ഡാമുകളുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിങ്ങനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു മൂഴിയാർ ഡാം. മൂഴിയാർ ഡാമിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും രാവിലത്തെയുള്ള കണക്ക് ഇങ്ങനെയാണ്.
നിലവിലെ സംഭരണശേഷിയുടെ 74.48% എത്തിയിരിക്കുന്നത്. അത് രാവിലെ 7 മണിയുടെ കണക്കാണ്. നേരിയ മാറ്റം ഉണ്ടായേക്കാം. അതായത് 100% സംഭരണശേഷിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഷട്ടറുകൾ തുറക്കും. അതാണ് സാഹചര്യം. അപ്പോൾ സംഭരണശേഷിയുടെ 100%വും ഫില്ല് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കില്ല. അതിന് നിശ്ചിതമായ ഒരു കണക്ക് ഓരോ ഡാമുകളിലും അതിൻ്റെ ഓപ്പണിംഗ് ലെവലിന് വേണ്ടി ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കണക്കിലേക്ക് തന്നെ അത് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കല്ലാർകുട്ടിയിലേക്ക് വരുമ്പോൾ ചെറിയ ഡാമാണ്. കല്ലാർകുട്ടിയിൽ 99.28% വെള്ളം നിറഞ്ഞിരുന്നു. അവിടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇതാ ശ്രദ്ധിക്കുക, ഈ കണക്ക് പ്രകാരം മൂഴിയാറിലെ ഷട്ടറുകൾ തുറന്നിട്ടില്ല. അതേസമയം കല്ലാർകുട്ടിയിൽ ഷട്ടർ തുറന്നു, അവിടെ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. ഇരട്ടയാറിൽ 32%, അതും റെഡ് അലർട്ടിലാണ്. ലോവർ പെരിയാറിൽ 98.11%, അതും റെഡ് അലർട്ടാണ്. പെരിങ്ങൽകുത്ത് 60% കഴിഞ്ഞിരിക്കുന്നു. കുറ്റ്യാടിയിലും 97%. നമ്മൾ ഈ സൂചിപ്പിച്ച 6 ഡാമുകളും താരതമ്യേന ചെറിയ ഡാമുകളാണ്. ഈ 6 ഡാമുകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഏത് സമയവും വെള്ളം തുറന്നു വിട്ടേക്കാം എന്ന സാഹചര്യമാണ് ഈ ഡാമുകളിൽ പൊതുവിലുള്ളത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരിടത്ത് വലിയ പ്രളയം അനുഭവപ്പെടുമ്പോഴും നമ്മുടെ ഡാമുകളിലേക്ക് വലിയ രീതിയിലുള്ള വെള്ളം കൂടിയിട്ടില്ല. ഈ ചെറിയ ഡാമുകളെ ഒഴിവാക്കിയാൽ മറ്റ് പ്രധാനപ്പെട്ട ഡാമുകളിലെ സ്റ്റോറേജ് ഇപ്പോഴും കുറഞ്ഞു തന്നെ ഇരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഭാവിയിൽ അത് നമ്മുടെ ജലവൈദ്യുത ഉൽപ്പാദനത്തെ അടക്കം ബാധിക്കുകയും ചെയ്യുമെന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.